നമസ്കാരം. നമ്മുടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന CJP സമരത്തോട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല സിനിമാക്കാർക്കും എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. ഭൂരിപക്ഷം വരുന്ന സിനിമാക്കാരും CJP സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. കാര്യം 10-20ഓളം വിദ്യാർത്ഥികളാണെന്നേ മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത്. ഏകദേശം 1 ലക്ഷം കോടി അല്ലെങ്കിൽ 1.3 ലക്ഷം കോടി തുകയാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവാകുന്നത്. അതായത് ഈ പറയുന്ന അധികാരികൾക്ക് കൈക്കൂലി കൊടുക്കുന്നതിനും മറ്റുമായിട്ട് ചിലവാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 20ഓളം വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഈ വിഷയത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കേണ്ടത് ഒരു സാമാന്യ മനസാക്ഷിയുള്ള, വ്യക്തിബോധമുള്ള, വ്യക്തിത്വമുള്ള ഏതൊരാളുടെയും ചുമതലയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് CJP എന്ന് പറയുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു സംഘടന, വിദ്യാർത്ഥികളുടെ സംഘടന, കോക്രോച്ച് ജനതാ പാർട്ടി പ്രതികരിക്കാൻ ഇറങ്ങിയത്. നമുക്കെല്ലാവർക്കും അതറിയാം. എന്നാൽ ഇതിനെ അനുകൂലിക്കേണ്ട, അനുകൂലിക്കുന്നവരെ കുറിച്ച് മോശം പറയുന്നത് എന്തിനാ? അത് തെറ്റായ പ്രവണതയാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രവണതയാണ്. കാരണം ഇവിടെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിരവധി ചലച്ചിത്ര പ്രവർത്തകർ, ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നത് ശരി, അവർ ഈ CJP നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അവരെ ഉപദ്രവിക്കുകയാണെന്നേ, അവരെ കൊല്ലാക്കൊല ചെയ്യുകയാണെന്നേ. അപ്പോൾ ഇതിനിടയ്ക്ക് ആണ് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നടൻ മോഹൻലാലിൻ്റെ മകൾ വിസ്മയയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തെറ്റായി പോയി എന്നും, ഇത് എന്താ ഇവരാരും ഇന്ത്യൻ പൗരന്മാരല്ലേ എന്നുള്ള തരത്തിൽ ഒരു പൗരന്മാരോട് ഇങ്ങനെയാണോ രാജ്യം പെരുമാറേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തി. അത് വിസ്മയ മോഹൻലാലിൻ്റെ കടമയാണ്. ഒരു ജൻസിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നടൻ്റെ മകൾ എന്നുള്ള നിലയിൽ പ്രതികരിക്കുന്നത് നല്ലതാണ്. അഹാന കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP നേതാവിൻ്റെ മകൾ പ്രതികരിച്ചു. ഇതുകൂടാതെ മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ മകൻ പ്രതികരിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് BJP അല്ലെങ്കിൽ സംഘികളായ കൃഷ്ണകുമാറിൻ്റെയും അതോടൊപ്പം സുരേഷ് ഗോപിയുടെയും 2 മക്കളും BJPക്കെതിരെ സംസാരിച്ചു. എന്തിനേറെ പറയാൻ, മോഹൻ ഭഗവത് എന്ന് പറയുന്ന ഇവരുടെ RSSൻ്റെ മുഖ്യ നേതാവ്, പ്രധാനപ്പെട്ട നേതാവ്, സ്ഥാപകൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നേതാവ്, ആ നേതാവും ഇതിനെക്കുറിച്ച് BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവണതയെ എതിർപ്പ് അറിയിച്ചു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സർക്കാർ ചെയ്ത തെറ്റാണ്. ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്തത് അങ്ങേയറ്റത്തെ കുടിലതയാണ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. എന്തിനേറെ BJPക്കാരനായ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിക്കും ഇക്കാര്യം അറിയാം, അമിത്ഷായ്ക്കും ഇക്കാര്യം അറിയാം, നദ്ദയ്ക്ക് ഇക്കാര്യം അറിയാം, എല്ലാവർക്കും ഇക്കാര്യം അറിയാം. പക്ഷേ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി മാത്രം അവർക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. ബാക്കി നിങ്ങൾ പറയുന്ന 2 ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു തരാം. അപ്പോഴാണ് മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തും ഏത് സമയത്തും മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള അധികാരവുമുള്ള മേജർ രവി ഈ കുട്ടീനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു. വിസ്മയ മോഹൻലാലിനെ കുറിച്ച്, മോഹൻലാലിൻ്റെ മകളെക്കുറിച്ച്. ആ കുട്ടിക്ക് രാഷ്ട്രീയ ബോധമില്ല, പഠിച്ചതും വളർന്നതൊക്കെ അങ്ങ് വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് രാജ്യത്തെ രാഷ്ട്രീയ ബോധമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ രാഷ്ട്രീയ ബോധമില്ലാത്തത് അക്ഷരാർത്ഥത്തിൽ മേജർ രവി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. ഈ മേജർ രവിയെ സംബന്ധിച്ചിടത്തോളം, മേജർ രവി ഇതിനു മുൻപ് ആരെ സൂചിപ്പിക്കാനാണ് പറഞ്ഞതെന്നറിയില്ല. VD സതീശൻ നമ്മുടെ സലിംകുമാർ മരിച്ച സമയത്ത് അദ്ദേഹം മരിപ്പിന് പോയിരുന്നു. അതായത് സലിംകുമാറിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തിനാണ് മേജർ രവി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് മാത്രം നമുക്കറിയില്ല. പിണറായി വിജയൻ അവിടെ പോയത്, ഇന്നസെൻ്റ് മരിച്ച സമയത്ത് പിണറായി വിജയൻ 59 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അവിടെ പോയത് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു മേജർ രവി ആ പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത് സത്യത്തിൽ അറിയത്തില്ല. എന്തിനാണ് അങ്ങനെ ഒരു പരാമർശം അനാവശ്യ സ്ഥലത്ത് ഉപയോഗിച്ചത്? അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ പൊതുവിൽ മേജർ രവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള നിലപാടുകളാണ്. ഇതിനു മുൻപ് 2025 അദ്ദേഹത്തിൻ്റെ തിരക്കഥ മോഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കേസൊക്കെ വന്നിരുന്നു. അതൊക്കെ വിട്ടേക്കും. ഈ മേജർ രവി ഇപ്പോൾ മോഹൻലാലിൻ്റെ മകളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്? മാധവ് സുരേഷിനെ കുറിച്ച് പരാമർശം നടത്താമല്ലോ, അഹാന കൃഷ്ണയെക്കുറിച്ച് പരാമർശം നടത്താമല്ലോ. ബാക്കി എത്രയോ ചലച്ചിത്ര പ്രവർത്തകർ ഇതിനെ പിന്തുണച്ചു.
മോഹൻലാലിൻ്റെ മകൾക്ക് രാഷ്ട്രീയ വിവരമില്ല, രാഷ്ട്രീയ ബോധമില്ല, ഇങ്ങനെ ഇത്രയും തരംതാണ രീതിയിൽ, ഇത്രയും മോശപ്പെട്ട രീതിയിൽ ആ കുട്ടിയെക്കുറിച്ച് പറയേണ്ട ആവശ്യം മേജർ രവിക്ക് എന്തായിരുന്നു? ഇത് പൊയ്ക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ മേജർ രവിയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ എന്ന് മോഹൻലാൽ ഒരു തവണ കൂടി ആലോചിക്കേണ്ടി വരും. ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന സുഹൃത്താണോ മേജർ രവി എന്ന്? സ്വന്തം മകളെ ഈ പറയുന്ന പോലെ പൊതുമധ്യത്തിൽ ഈ രീതിയിൽ പറഞ്ഞ വിവരമില്ലാത്ത മകളാണ് മോഹൻലാലിൻ്റേത് എന്ന് ആണ് പറഞ്ഞത്. പിന്നെ ഇതുകൂടാതെ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി സംഘടനയിൽ വിദേശ ഫണ്ടിങ്, അമേരിക്കയിൽ നടക്കമുള്ള വിദേശ ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ മേജർ രവിയാണ്. എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ആ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ, അടിസ്ഥാനമില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഒരു പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് മേജർ രവിക്ക് അയച്ചിട്ടുണ്ട്. വ്യക്തമാക്കണം. ഏതെങ്കിലും എവിടെയെങ്കിലും പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന CJP എന്ന് പറയുന്ന സംഘടനയ്ക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ഏത് രാഷ്ട്രത്തിൽ നിന്ന് വരുന്നു, എത്ര കോടി വന്നിട്ടുണ്ട്, എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് മേജർ രവിയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 59 വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെതിരെ മുഖ്യമന്ത്രി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അനാവശ്യ പരാമർശം, അതും അനവസരത്തിൽ നടത്തിയ പരാമർശം. ഇതൊക്കെ എന്തിനാണ് മേജർ രവിയെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് മനസ്സിലാവാത്തത്. തലയ്ക്കകത്ത് ആൾതാമസമുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്നേ. അവിടെ നടക്കുന്ന CJP നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്തിനാണ് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പൊതുജനത്തിന്. ബാക്കിയുള്ള ചലച്ചിത്ര താരങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. പേളി മാണിക്കും ഇപ്പം മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്തിനാണ് തല്ലുകൊള്ളാൻ പോയിരിക്കുന്നത് എന്നല്ലേ ചോദിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തിനാണ്? അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചിരുന്നെങ്കിൽ ഈ പേളി മാണിയും മേജർ രവിയും അടക്കമുള്ള ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കാരണം എന്താണ്? ആ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നമുക്ക് വേണ്ടി പോരടിച്ചിരുന്നവർ ഈ രീതിയിൽ എൻ്റെ വീട്ടിൽ എന്നെ അമ്മ കാത്തിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെതിരെ സമരം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എൻ്റെ പൊന്നു പേളി മാണി അല്ലെങ്കിൽ മേജർ രവി സാറേ, നിങ്ങൾ ആരും ഇന്ന് ഈ പറയുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ മേജർ രവിയെക്കുറിച്ച് അറിഞ്ഞോളൂ. പണ്ട് കാർഗിൽ യുദ്ധ സമയത്തൊക്കെ സമരം, ഇവിടെ യുദ്ധം നടക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. എന്തിനാ നിങ്ങളൊക്കെ അന്ന് അതിർത്തി കാത്തുകൊണ്ട് നിങ്ങൾ പടക്കോപ്പുകളുമായി പുറത്തേക്ക് ഇറങ്ങിയത്? അന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ പോരായിരുന്നില്ലേ? പേളിമാണി പറഞ്ഞ പോലെ എന്നെ കാത്ത് എൻ്റെ അമ്മ വീട്ടിലിരിപ്പുണ്ട്, ആ അമ്മയെ കരയിക്കരുത് എന്ന് ചിന്തിച്ചാൽ പോരായിരുന്നോ? ഇല്ലേ? അപ്പോൾ ഇടയ്ക്ക് VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്ന പോലെ, അതായത് നിങ്ങൾ ഈ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ അടികൊള്ളുമ്പോൾ ആ ലാത്തി പിടിച്ചിരിക്കുന്നവരുടെ മക്കൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ തല്ലുകൊള്ളുന്നത്. കിട്ടുന്ന ഞങ്ങൾ അടികൊള്ളുന്നതിൻ്റെ ഗുണം ശരിക്കും അവരും നുണയാറുണ്ട് എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു. എന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്ന മേജർ രവിയുടെയോ അല്ലെങ്കിൽ ഈ ബാക്കി ഇങ്ങോട്ട് വരുന്ന പുതിയ തലമുറയുടെയും ഒക്കെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവർക്ക് നാളെ ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പാവങ്ങളായ അല്ലെങ്കിൽ ഈ CJP എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകർ ഇന്നവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കേണ്ട. നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ സംഘികളായിരിക്കാം, കാവ്യുടുത്ത് നടക്കുന്നവരായിരിക്കാം, നിങ്ങൾ സന്യാസിമാരായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ശുദ്ധി തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർ സമരം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഭരണകൂടം പോലും പറഞ്ഞിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കണം. കേന്ദ്ര സർക്കാർ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പറയാം, കാരണം നിങ്ങൾ ആ പറയുന്ന ഈ ഭരണകൂടത്തിൻ്റെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ നാക്ക് നീട്ടി കിടക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരും. സവർക്കറെ പോലെ എന്ന് പറയേണ്ടി വരും.